വചനം തിരുവചനം. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ഈശോ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുകയും ഈശോ പറയുന്നു, നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുക, മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക? മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ഇത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 11-12 വാക്യങ്ങളാണ് എങ്കിൽ 8-ാമത്തെ വാക്യത്തിൽ ഈശോ പറയുകയും, ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ സ്നേഹിതനാണ് എന്നതിൻ്റെ പേരിൽ അവനൊന്നും കൊടുക്കുകയില്ല എങ്കിൽ തന്നെ നിർബന്ധ നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടത് നൽകും. ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച്, പ്രാർത്ഥനയിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതായ വലിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഈശോ ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. തിരുസഭയുടെ ആത്മീയ പാരമ്പര്യത്തിൽ ഒരു വലിയ വേദപാരംഗതനാണ് വിശുദ്ധ അൽഫോൻസസ് ലിഗോരി. ഈ വിശുദ്ധ അൽഫോൻസസ് ലിഗോരി അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരോട്, ആത്മീയ ജീവിതത്തിൽ ഒരുപാടൊന്നും വളർന്നിട്ടില്ലാത്ത, ഒരുപാടൊന്നും ഉയർന്നിട്ടില്ലാത്ത, അനുദിന ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളും ജോലികളുമൊക്കെ നിർവഹിച്ച് അതിൻ്റെ കൂടെ പ്രാർത്ഥനാ ജീവിതത്തെയും കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന സാധാരണക്കാരായ ആൾക്കാർക്ക് വേണ്ടി ആത്മീയ ഗ്രന്ഥങ്ങൾ രചിച്ച വലിയ വിശുദ്ധനും ധ്യാനഗുരുവും ആത്മീയ എഴുത്തുകാരനും ഒക്കെയായ ഒരു വിശുദ്ധനാണ് വിശുദ്ധ അൽഫോൻസസ് ലിഗോരി. ഈ വിശുദ്ധ അൽഫോൻസസ് ലിഗോരി പ്രാർത്ഥനയെക്കുറിച്ച് എഴുതിയ നിരവധി പുസ്തകങ്ങളിൽ ഒരു പുസ്തകമാണ് ദ വേ ഓഫ് സാൽവേഷൻ ആൻഡ് പെർഫെക്ഷൻ എന്ന് പറയുന്ന പുസ്തകം. ഈ പുസ്തകത്തിൽ സാധാരണക്കാരായ നമ്മുടെ ജീവിതത്തിൽ നാം പാലിക്കേണ്ടതായ പ്രാർത്ഥനയുടെ പല കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കാരണം ഒരുപാട് മണിക്കൂറുകൾ കുമ്പസാരക്കൂട്ടിൽ ചെലവഴിക്കുകയും സാധാരണക്കാരായ ആൾക്കാരുടെ ആത്മീയ ജീവിതത്തിലെ, അനുദിന ജീവിതത്തിലെ പ്രശ്നങ്ങളും ഉത്കണ്ഠകളും അസ്വസ്ഥതകളും വേദനകളും എല്ലാം കേട്ട്, ക്ഷമാപൂർവം കേട്ട്, അവർക്ക് വേണ്ടതായ തിരുത്തലുകളും ഉപദേശങ്ങളും ഒക്കെ നൽകിയിരുന്ന വലിയ ആത്മീയ പിതാവായ, വലിയ ധ്യാനഗുരുവായ വിശുദ്ധ അൽഫോൻസസ് ലിഗോരി തൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്ന് ഊറ്റിയെടുത്ത ആത്മീയ ജ്ഞാനം ഈ പുസ്തകങ്ങളിലൂടെ നമുക്ക് വിളമ്പിത്തരുന്നുണ്ട്. അതിൽ ഈ ദ വേ ഓഫ് പെർഫെക്ഷൻ, ദ വേ ഓഫ് സാൽവേഷൻ പെർഫെക്ഷൻ എന്ന ആ പുസ്തകത്തിൽ ഒരു സാധാരണക്കാരായ ആൾക്കാർ പ്രാർത്ഥനാ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ വളരുവാൻ, അഥവാ സ്വർഗീയമായ ജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മരണശേഷം സ്വർഗത്തിൽ പോകണം, രക്ഷ പ്രാപിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ അനുവർത്തിക്കേണ്ടതായ പ്രാർത്ഥനയെക്കുറിച്ച് അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തുകയും ആ പ്രാർത്ഥനാ ജീവിതത്തിന് 3 തലങ്ങൾ ഉണ്ടാകണമെന്ന വിശുദ്ധ അൽഫോൻസസ് ലിഗോരി വളരെ കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നത്. അതിൽ ഒന്നാമത്തെ തലമാണ് അദ്ദേഹം പറയുന്ന നിരന്തരമുള്ള പ്രാർത്ഥനയുടെ ഒരു ജീവിതം.
ദൈവവചനത്തിൽ നിന്ന് തന്നെ അദ്ദേഹം അത് പറയുന്നത്. നിരന്തരമുള്ള പ്രാർത്ഥനയുടെ ആവശ്യകതയെക്കുറിച്ച് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിൽ ഭഗ്നാശരാകാതെ നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുവാൻ ഈശോ ഒരു ഉപമ അരുളി ചെയ്യുന്നുണ്ട്. അതുപോലെ തെസ്സലോനിക്കയിലെ സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിലും വചനം അത് തന്നെ പറയുന്നത്. നിരന്തരം പ്രാർത്ഥിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക. ഈ നിരന്തരമുള്ള പ്രാർത്ഥന, ഒരു സുഹൃത ജപം, ഒരു ചെറിയ പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു ദൈവവചനം നിരന്തരം ഉരുവിട്ട് പ്രാർത്ഥിക്കുന്ന, അഥവാ ജീവിതത്തിലെ ഓരോ നിമിഷവും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുസ്മരിക്കുന്ന, ദൈവത്തോട് ചേർന്ന് നടക്കുകയും ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കുകയും കർത്താവിനെ കൂട്ടുപിടിച്ച് ജോലികൾ ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറേണ്ടതിൻ്റെ ആവശ്യകത. വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കയിലെ സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 16, 17, 18 വാക്യങ്ങൾ ഇപ്രകാരമാണ്. എല്ലായ്പ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങൾക്കും നന്ദി പ്രകാശിപ്പിക്കുക. ഇതാണ് ഈശോ മിശിഹായിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം. എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ദൈവത്തിന് നന്ദി പറയുക. ജീവിതത്തിലെ ഓരോ നിമിഷവും ദൈവം അറിഞ്ഞ് അനുവദിച്ച് നമുക്ക് നൽകുന്ന അനുഭവങ്ങളെ പ്രതി ദൈവത്തിന് നിരന്തരം നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കുന്നത് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയും. അതുകൊണ്ട് എപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ പരിപാലന നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ. വിശുദ്ധ അൽഫോൻസസ് ലിഗോരിയുടെ മനോഹരമായ ഒരു പുസ്തകം, അദ്ദേഹത്തിന് തന്നെ ഏറ്റവും പ്രിയപ്പെട്ടതായ അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ദൈവേച്ഛയുമായി ഐക്യപ്പെടൽ, കൺഫോമിറ്റി ടു ദ വിൽ ഓഫ് ഗാഡ്. ആ മനോഹരമായ പുസ്തകത്തിൻ്റെ മലയാള പരിഭാഷ നമുക്കിന്ന് സംലഭ്യമാണ്. സോഫിയ ബുക്സ് അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒരു വളരെ ചെറിയ 100 പേജ് കഷ്ടിയുള്ള ആ പുസ്തകത്തിലൂടെ വേദപാരംഗതനായ വിശുദ്ധ അൽഫോൻസസ് ലിഗോരി നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവം അറിഞ്ഞ് ദൈവം അനുവദിച്ച് നടക്കുന്ന കാര്യങ്ങളാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം വളരെ മനോഹരമായി ഹൃദ്യമായി പറഞ്ഞു വെക്കുന്ന അതിൻ്റെ മറ്റൊരു തലമെന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന പാപങ്ങൾ, പാപകരമായ വീഴ്ചകൾ, അവയെ നമുക്കൊരിക്കലും ദൈവത്തിൻ്റെ പേരിൽ ആരോപിക്കാൻ പറ്റില്ല. നമ്മുടെ വ്യക്തിപരമായ തെറ്റുകൾ, നമ്മുടെ വ്യക്തിപരമായ വീഴ്ചകൾ. പക്ഷെ അദ്ദേഹം പറയുകയാണ്, തിരുസഭയുടെ ആത്മീയ പാരമ്പര്യത്തിൽ നിന്നുള്ള പ്രബോധനങ്ങളെ പിറക്കിയെടുത്തുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ആത്മാർത്ഥമായി നീ അനുതപിക്കാൻ തയ്യാറാണ് എങ്കിൽ, ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ അനുതപിച്ച് നീ പ്രാർത്ഥിക്കാൻ തയ്യാറാണ് എങ്കിൽ, ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ അനുതപിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കാൻ നീ തുടങ്ങുകയാണ് എങ്കിൽ, നിന്റെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെപ്പോലും, നിന്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെപ്പോലും നിന്റെ ഉപരി നന്മയ്ക്കാക്കി മാറ്റാൻ സർവശക്തനായ ദൈവത്തെ കൊണ്ട് സാധിക്കുമെന്ന് വിശുദ്ധ അൽഫോൻസസ് ലിഗോരി നമ്മെ പഠിപ്പിക്കുകയും. എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവിതത്തെക്കുറിച്ച് നിരാശപ്പെടുവാൻ കാരണമില്ല. എൻ്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെക്കുറിച്ച് കുറ്റബോധം വരുവാനോ എനിക്കുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ച് നഷ്ടബോധം കാണിക്കുവാനോ എനിക്ക് അവകാശമില്ല. പകരം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ ഓരോ ഓർമ്മകളെക്കുറിച്ചും ഓരോ അനുഭവങ്ങളെക്കുറിച്ചും ഓരോ കണ്ടുമുട്ടലുകളെക്കുറിച്ചും ഓരോ ഇടപെടലുകളെക്കുറിച്ചും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ സ്വാഭാവികമായി ആനന്ദത്തിൻ്റെ ജീവിതമായി എൻ്റെ ജീവിതം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം മാറുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയും. അതുപോലെ പ്രാർത്ഥനയുടെ 2ാമത്തെ തലമായിട്ട് വിശുദ്ധ അൽഫോൻസസ് ലിഗോരി നമ്മെ പഠിപ്പിക്കുന്നത് കൂട്ടായ്മയിലുള്ള പ്രാർത്ഥന. ഈ കൂട്ടായ്മയിലുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് ഏറ്റവും അടിസ്ഥാനപരമായി കുടുംബമാകുന്ന
തിരുസഭയുടെ അടിസ്ഥാന കൂട്ടായ്മയുടെ പ്രാർത്ഥനയും. കുടുംബം നമുക്കറിയാം, രണ്ടാം വത്തിക്കാൻ സഹനഗരോസിൽ സഭയെക്കുറിച്ച് തന്നെ പഠിപ്പിക്കുന്ന ആ മനോഹരമായ പ്രബോധന രേഖ ലൂമൻ ജെൻസിയം, ജനതകളുടെ പ്രകാശം എന്ന ആ മനോഹരമായ പ്രബോധന രേഖയിൽ സഭ കുടുംബത്തെ വിശേഷിപ്പിക്കുന്നത് ഗാർഹിക സഭയെന്ന. എന്ന് പറഞ്ഞാൽ മിശിഹായുടെ മൗതിക ശരീരമായ, ഈശോ മിശിഹായുടെ മൗതിക ശരീരമായ സഭയുടെ അടിസ്ഥാന ഘടകമെന്ന് പറയുന്നത്, അഥവാ 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ഈശോയുടെ കൂട്ടായ്മയാകുന്ന, ഈശോയുടെ നാമത്തിലുള്ള കൂട്ടായ്മയാകുന്ന തിരുസഭയുടെ അടിസ്ഥാന ഘടകമെന്ന് പറയുന്നത് അത് കുടുംബമാണ്. നാം ഓരോരുത്തരും ഒരു കുടുംബത്തിൽ നിന്ന് വരുന്നവരാ. കുടുംബമാകുന്ന അടിസ്ഥാന പശ്ചാത്തലത്തില് ദൈവം നമുക്ക് ഈ ജീവിതത്തിലേക്കുള്ള വിളി തന്നെ നൽകിയിരിക്കുന്നത്. ആ കുടുംബം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുക. കുടുംബം ഒരു സഭയാണ് എങ്കിൽ കുടുംബം ഒരു ദേവാലയമാണ്. സഭ, ചർച്ചിൻ്റെ അടിസ്ഥാന ഘടകം കുടുംബമാണ് എങ്കിൽ കുടുംബം ഒരു ദേവാലയമാണ്. നമുക്കറിയാം, ഒരു ദേവാലയത്തിൽ എല്ലാ ദിവസവും ദൈവാരാധനയുള്ളതുപോലെ ഒരേ സമയത്ത് എല്ലാ ദിവസവും ദൈവാരാധനയ്ക്കായി ദൈവജനം ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുന്ന പോലെ ഭവനത്തിൽ കുടുംബാംഗങ്ങൾ ദൈവാരാധനയ്ക്കായി ഒരുമിച്ച് കൂടണം. നമുക്കറിയാം, നമ്മുടെ ദേവാലയങ്ങളിൽ ദൈവാരാധന, വിശുദ്ധ കുർബാനയ്ക്ക് ഒരു ക്രമമുണ്ട്. ആ ക്രമത്തിൻ്റെ പേരാ ആരാധനക്രമം. ആ ആരാധനക്രമം എന്ന് പറയുന്നത് വളരെ ചിട്ടയോടുകൂടി സഭാമാതാവ് നമുക്ക് ക്രമീകരിച്ചു തന്നിരിക്കുന്നത്. അത് അർപ്പിക്കുന്ന പുരോഹിതനോ പങ്കെടുക്കുന്ന ദൈവജനത്തിനോ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വാക്കുകളോ പ്രാർത്ഥനകളോ അനുഷ്ഠാനങ്ങളോ മാറ്റുവാൻ അനുവാദമില്ലാത്ത വിധം സഭ അത്ര നിഷ്ഠയോടുകൂടി നിഷ്കർഷിച്ച് നൽകിയിരിക്കുന്നത് സഭയുടെ ആരാധനക്രമം എന്ന് പറയുന്നത്. കാരണം അത് സ്വർഗത്തിലെ ആരാധനയിൽ സഭയുടെ മക്കളെന്ന നിലയിൽ മാമോദീസ സ്വീകരിച്ച സഭയുടെ മക്കളുടെ കൂട്ടായ്മ എന്ന നിലയിൽ സ്വർഗത്തിലെ ആരാധനയിൽ ഭൗമിക മക്കൾക്ക് പങ്കുപറ്റുവാൻ ഈശോ മിശിഹ നൽകിയിരിക്കുന്ന മഹാസൗഭാഗ്യമാണ് ഈ സഭയുടെ ആരാധനക്രമം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ദൈവമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത് ആദ്യമ നൂറ്റാണ്ടുകളിലെ ആത്മീയ പിതാക്കന്മാർക്ക്, സഭാപിതാക്കന്മാർക്ക്, അപ്പസ്തോലിക പിതാക്കന്മാർക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി നൽകിയ ആ പ്രാർത്ഥനയിൽ വീഴ്ചകളോ കുറവുകളോ വരുത്താതെ അതിൻ്റെ ആ തനിമയിൽ തന്നെ സഭാമാതാവ് നൂറ്റാണ്ടുകൾക്ക് ശേഷം, സഹസ്രാബ്ദങ്ങൾക്ക് ശേഷവും നമുക്ക് നൽകിയിരിക്കുന്നത് ആ സ്വർഗീയമായ അനുഭവത്തിൽ ദൈവത്തെ ആരാധിച്ച ആ പിതാക്കന്മാർക്കുണ്ടായിരുന്ന അതേ വിശ്വാസവും അതേ വിശുദ്ധിയും അതേ ദൈവാനുഭവവും ഇന്നിൻ്റെ മക്കൾക്കും കൈമോശം വരാതെ കൈമാറുവാൻ വേണ്ടി. സ്നേഹമുള്ളവരെ, നമ്മുടെ ദേവാലയത്തിലെ ആരാധനയ്ക്ക് ഒരു ക്രമമുള്ളതുപോലെ ഈ ലോകത്തിലെ എല്ലാ ദേവാലയങ്ങളിലെയും ആരാധനയ്ക്ക്, എല്ലാ കത്തോലിക്ക ദേവാലയങ്ങളിലെയും ആരാധനയ്ക്ക് ഒരു ക്രമമുണ്ട്. അതുപോലെ നമ്മുടെ കുടുംബങ്ങളിലെ ആരാധനയ്ക്കും ഒരു ക്രമമുണ്ടാകണം. അത് നമുക്കറിയാം, നമ്മുടെ കാർന്നവന്മാരായിട്ട് നമുക്ക് പകർന്നു തന്നിരിക്കുന്ന ഒരു ക്രമമുണ്ട്. അത് 2 തരത്തിൽ. സമയത്തിൻ്റെ ഒരു ക്രമമുണ്ടാകണം. എല്ലാ ദിവസവും ഒരേ സമയത്ത് ദൈവാരാധനയ്ക്ക് വേണ്ടി കുടുംബാംഗങ്ങൾ ആ ദേവാലയമാകുന്ന ഭവനത്തിൽ ഒരുമിച്ച് ചേരണം. അതുപോലെ തന്നെ പ്രാർത്ഥനകൾക്കും ഒരു ക്രമമുണ്ടാകണം. അങ്ങനെ ആ ചിട്ടയോടുകൂടി ക്രമം പാലിച്ചുകൊണ്ട് കുടുംബാംഗങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബത്തിലെ ഓരോ വ്യക്തിയും ക്രമാനുഗതമായി അനുദിനം വിശുദ്ധിയിൽ വളരുന്ന വിശുദ്ധമായ കൂട്ടായ്മയിൽ കുടുംബം ഒരു കൂട്ടായ്മ എന്ന മനോഹരമായ അപ്പസ്തോലിക പ്രബോധനം വിശുദ്ധനായ ജോൺ ബൊളണവൻ പാപ്പ എഴുതിയിട്ടുണ്ട്. ആ അപ്പസ്തോലിക പ്രബോധനത്തിൽ ജോൺ ബൊളണവൻ പാപ്പ ഈ കുടുംബ പ്രാർത്ഥനയുടെ ആവശ്യകതയെക്കുറിച്ച് വളരെ ശക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ,
കുടുംബ പ്രാർത്ഥനയിലൂടെ കുടുംബാംഗങ്ങൾ പരസ്പരമുള്ള കൂട്ടായ്മയിലും കുടുംബം ഒരൊറ്റ കൂട്ടായ്മയെന്ന നിലയിൽ ദൈവവുമുള്ള കൂട്ടായ്മയിലും വളരുവാൻ ഇടവരുകയും അങ്ങനെ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐക്യവും എല്ലാം വളരുവാൻ ഇടവരുമെന്ന് മാത്രമല്ല, ആ കുടുംബാംഗങ്ങൾ വ്യക്തിപരമായും വിശുദ്ധിയിൽ വളരുന്ന വേദികയായി ആ കുടുംബം മാറും, ആ കുടുംബ പ്രാർത്ഥന മാറും. സ്നേഹമുള്ള സഹോദരങ്ങളെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, ഞാൻ ഓർക്കുന്നു, ഞാനൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ഇടവകയിൽ ഒരു വികാരിയച്ഛനുണ്ടായിരുന്നു. വളരെ വിശുദ്ധനായ ഒരു വികാരി. കേരളത്തിലെ ആദ്യകാല കരിസ്മാറ്റിക് ധ്യാന ഗുരുക്കന്മാരിൽ ഒരാളായ ബഹുമാനപ്പെട്ട ജോർജ് നിരവത്തച്ഛൻ. ഈ ജോർജ് നിരവത്തച്ഛൻ അന്ന് പറഞ്ഞ ഒരു സംഗതി, ഒരു കുർബാന പ്രസംഗത്തിൽ ഞായറാഴ്ച കുർബാന മധ്യേ അദ്ദേഹം പറഞ്ഞ ഒരു സംഗതി ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ പതിഞ്ഞു കിടപ്പുണ്ട്. അദ്ദേഹം മാതാപിതാക്കളോട് പറയുക, മാതാപിതാക്കൾ പ്രത്യേകിച്ച് അപ്പൻ മുട്ടുകുത്തി കുടുംബ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ മക്കളോട് മുട്ടുകുത്താൻ പറയേണ്ടി വരികയില്ല എന്ന്. സ്നേഹമുള്ള മാതാപിതാക്കളെ, മാതാപിതാക്കൾ മുട്ടുകുത്തി തീഷ്ണതയോടും ത്യാഗത്തോടും കൂടി ഉറക്കെ നിർത്തി സ്ഫുടമായിട്ട് പ്രാർത്ഥന ചൊല്ലുകയാണ് എങ്കിൽ ഒരിക്കലും മക്കളെ അതിനെക്കുറിച്ച് ഉപദേശിക്കേണ്ടി വഴക്കു പറയേണ്ടി വരികയില്ല എന്ന് അദ്ദേഹം പറയുക. സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ അപ്പാടെ അത് ആവർത്തിക്കുവാൻ എനിക്ക് ധൈര്യമില്ല എങ്കിലും സ്നേഹമുള്ള മാതാപിതാക്കളെ നമുക്കൊരു പരിധി വരെ പറയാൻ സാധിക്കും. കുഞ്ഞുനാൾ മുതൽ മക്കളെ മാതാപിതാക്കൾ അടുത്തിരുത്തി, മാതാപിതാക്കൾ മുട്ടുകുത്തി ത്യാഗത്തോടെ പ്രാർത്ഥിക്കുന്നത് കാണുവാനും ആ പ്രാർത്ഥന കേട്ട് വളരുവാനും മാതാപിതാക്കൾ മക്കൾക്ക് അവസരം കൊടുക്കണം. പലപ്പോഴും കുടുംബ പ്രാർത്ഥനയിൽ പല കുടുംബങ്ങളുടെയും കുടുംബ പ്രാർത്ഥനയെ പങ്കെടുക്കുമ്പോൾ ഈ പലപ്പോഴും മുതിർന്നവർ ചൊല്ലുന്ന പല പ്രാർത്ഥനയും മനസ്സിലാക്കുവാൻ മക്കൾക്ക് സാധിക്കാതെ പോവുക. കാരണം വേഗത കൂടി പ്രാർത്ഥന ചൊല്ലുന്നത് കൊണ്ട്. സ്നേഹമുള്ള മാതാപിതാക്കളെ, പ്രാർത്ഥന അത് ദൈവത്തോടുള്ള സംഭാഷണമാണ്. വിശുദ്ധരോട് ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന്, സ്വർഗീയ കൂട്ടായ്മയോട് ചേർന്ന് കുടുംബം ഒരു കൂട്ടായ്മ എന്ന നിലയിൽ ദൈവത്തോട് നടത്തുന്ന ഹൃദ്യമായ ഒരു സംഭാഷണമാണ് പ്രാർത്ഥന എന്ന തിരിച്ചറിവിൽ നിർത്തി സ്ഫുടമായിട്ടും സ്പഷ്ടമായിട്ടും എല്ലാ ദിവസവും പ്രാർത്ഥന ആവർത്തിക്കുന്ന കുടുംബങ്ങളിൽ മക്കള് തനിയെ ആ പ്രാർത്ഥനകൾ മനഃപ്പാഠമാക്കും. സ്നേഹമുള്ള മാതാപിതാക്കളെ, അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ ഏറ്റവും ശ്രേഷ്ഠവും ഉന്നതവുമായ മാതൃകയായി കുഞ്ഞുനാൾ മുതലേ മാതാപിതാക്കൾ മക്കളുടെ മുമ്പിൽ മാറേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. സ്നേഹമുള്ള മാതാപിതാക്കളെ, എസ്തേറിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്ന മനോഹരമായ ഒരു സംഭവമുണ്ട്. എസ്തേറിൻ്റെ പുസ്തകത്തിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുകയാണ്: എസ്തേർ രാജ്ഞി മരണതുല്യമായ ഉത്കണ്ഠയ്ക്ക് അധീനയായി കർത്താവിങ്കലേക്ക് ഓടി. എസ്തേർ രാജ്ഞി മരണതുല്യമായ ഉത്കണ്ഠയ്ക്ക് അധീനയായി കർത്താവിങ്കലേക്ക് ഓടിയിട്ട് അവൾ കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയുടെ 5-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: കർത്താവേ, അങ്ങ് സകല ജനതകളിൽ നിന്ന് ഇസ്രായേലിനെ തിരഞ്ഞെടുത്തുവെന്നും ഞങ്ങളുടെ പിതാക്കന്മാരെ അവർ എല്ലാ പൂർവികന്മാരിൽ നിന്ന് ഒരു ശാശ്വത അവകാശമായി തിരഞ്ഞെടുത്തുവെന്നും അവരോട് വാഗ്ദാനം ചെയ്തതെല്ലാം അങ്ങ് നിറവേറ്റിയെന്നും ജനനം മുതൽ ഞാൻ കുടുംബഗോത്രത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സ്നേഹമുള്ള മാതാപിതാക്കളെ, പ്രാർത്ഥനയിലൂടെ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളുടെ കഥ കേട്ട് ജീവിതത്തിൽ ഒരു കുടുംബമെന്ന നിലയിൽ ജീവിക്കുമ്പോൾ കുടുംബത്തിലെ ആവശ്യങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും മക്കളോട് പറഞ്ഞ് ആ മക്കളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുമ്പോൾ
മാതാപിതാക്കൾ പ്രാർത്ഥിപ്പിക്കുമ്പോൾ, സ്നേഹമുള്ള സഹോദരങ്ങളെ, കുഞ്ഞു പ്രായത്തിൽ ലഭിച്ചിരിക്കുന്ന ചില നല്ല ഓർമ്മകളുണ്ട്. ഇന്നും ഓർക്കുന്നുണ്ട്. മാതാപിതാക്കൾ ആ കുഞ്ഞായിരുന്നപ്പോൾ പറഞ്ഞു തന്നത്, മോനെ, കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന, കുഞ്ഞുമക്കളുടെ പ്രാർത്ഥന ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ചാൽ ഈശോ കേൾക്കാതിരിക്കത്തില്ല, അനുഗ്രഹിക്കാതിരിക്കത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്ക്, കുടുംബത്തിന് ഇന്ന കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്ക്, ഇന്ന വിഷമം മാറാൻ വേണ്ടി പ്രാർത്ഥിക്ക്, ഇന്ന ആവശ്യം സാധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്ക് എന്ന് പറഞ്ഞത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന ഈശോയ്ക്ക് ഇഷ്ടമാണ് എന്ന മാതാപിതാക്കളുടെ വാക്ക് കേട്ട് ആ കുഞ്ഞ് തിരുഹൃദയ രൂപത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ, മാതാപിതാക്കളുടെ വിഷമങ്ങൾ, മാതാപിതാക്കളുടെ വേദനകൾ ആ സ്നേഹം നെഞ്ചിലേറ്റിക്കൊണ്ട് തിരുഹൃദയ രൂപത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയിലൂടെ അവൻ്റെ ആവശ്യങ്ങൾ, കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടുമ്പോൾ മരണം വരെ മറക്കാനാവാത്ത ഓർമ്മയാണ്, ആഴമുള്ള വിശ്വാസമാണ് ആ ഇളം മനസ്സുകളിൽ പതിയുന്നത് എന്ന് മാതാപിതാക്കൾ മറന്നു പോകരുത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, അങ്ങനെ കുടുംബം വിശുദ്ധിയിൽ വളരുവാൻ ഏറ്റവും ശക്തമായ മാർഗമായി കുടുംബ പ്രാർത്ഥന മാറുകയാണ്. അതുപോലെ തന്നെ കൂട്ടായ്മയിലുള്ള പ്രാർത്ഥനയുടെ മറ്റൊരു തലമെന്ന് പറയുന്നത് ഇടവകയിലെ പ്രാർത്ഥനാ കൂട്ടായ്മ. പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ പ്രാർത്ഥിക്കുന്നതായ അനുഭവങ്ങൾ നമ്മുടെ ഇടവകയിലെല്ലാം ഒരു പ്രാർത്ഥനാ കൂട്ടായ്മകൾ ഉണ്ടായിരുന്നുവെങ്കിലെന്ന് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. നമ്മുടെ ഇടവകയിൽ പ്രാർത്ഥിക്കുന്ന ഏതാനും ചേട്ടന്മാര്, പ്രാർത്ഥിക്കുന്ന ഏതാനും അമ്മച്ചിമാര്, പ്രാർത്ഥിക്കുന്ന ഏതാനും ചെറുപ്പക്കാര് ആഴ്ചയിൽ ഒരു ദിവസം ദേവാലയത്തിൽ വികാരിയച്ഛൻ്റെ അനുവാദത്തോടുകൂടി ഒരുമിച്ച് കൂടി എന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിലെന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. കാരണം ഈ പ്രാർത്ഥനാ കൂട്ടായ്മകളുള്ള ഇടവകയിലെല്ലാം അതിൻ്റേതായ നന്മകൾ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രാർത്ഥനാ കൂട്ടായ്മയുള്ള ഇടവകകളിൽ ആ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഇടവകയ്ക്ക് വേണ്ടി, വികാരിയച്ഛന് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബത്തിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ വേദന അനുഭവിക്കുന്ന, രോഗമനുഭവിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, മാറാ രോഗത്തിലുള്ള വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, കടബാധ്യതയുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളിൽ കടന്നു പോകുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബങ്ങളിലെല്ലാം വലിയ മാറ്റം, വലിയ വിടുതൽ, വലിയ വിശുദ്ധീകരണം, ദൈവികമായ ഇടപെടലുകൾ നമുക്ക് കാണുവാൻ സാധിക്കുമെന്ന് മാത്രമല്ല, ആ കുടുംബങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള അസ്വസ്ഥതകളും അനർത്ഥങ്ങളും അകന്ന് ഇടവക ഒരു കുടുംബം പോലെ വിശുദ്ധിയിൽ വളരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഒരുപാട് പേരൊന്നും വേണ്ട, ഒരു ഇടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഏതാനും വ്യക്തികൾ, ഏതാനും അപ്പച്ചന്മാർ ഒന്നൊരുമിച്ച് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, ഏതാനും അമ്മച്ചന്മാർ ഒന്നൊരുമിച്ച് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ തൻ്റെ കുടുംബത്തിൻ്റെ, തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭൗതിക കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ട് ജീവിക്കാതെ ആത്മീയമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, ആത്മീയമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മകൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ആ വ്യക്തിയുടെയും ആ ഇടവകയുടെയും ഒക്കെ വളർച്ചയ്ക്ക്, ആത്മീയ വളർച്ചയ്ക്ക്, സമഗ്രമായ നന്മയ്ക്ക് അത് കാരണമാകും. അങ്ങനെ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതത്തിലൂടെയും കൂട്ടായ്മയിലുള്ള പ്രാർത്ഥനയിലൂടെയും ദൈവോന്മുഖമായി, ദൈവരാജ്യോന്മുഖമായി, സ്വർഗോന്മുഖമായി പ്രയാണം ചെയ്യുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാ നാം ഓരോരുത്തരുമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ദൈവവചനമനുസരിച്ച് പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ മാറട്ടെ. അങ്ങനെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ സ്വന്തമാക്കുന്ന ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.